9ാം ക്ലാസ് ജോഗ്രഫി ചാപ്റ്റർ 8 എലോങ് ദി കോസ്റ്റ്. ഈ ചാപ്റ്ററിൽ വരുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഈ ചാപ്റ്ററിൽ ആദ്യം പറയുന്നത് നമ്മളുടെ തീരപ്രദേശത്തെ കുറിച്ചാണ്. കോസ്റ്റൽ ഏരിയ. നമുക്ക് നമ്മളുടെ കോസ്റ്റിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു, വെസ്റ്റേൺ കോസ്റ്റും ഈസ്റ്റേൺ കോസ്റ്റും. പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും. നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റും. ഈ ഭാഗമാണ് നമ്മളുടെ പടിഞ്ഞാറൻ തീരസമതലം, ഇതാണ് നമ്മളുടെ കിഴക്കൻ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അതിനെ നമുക്ക് മൂന്നായി തിരിച്ചിരിക്കുന്നു. ഒന്നാമത് വരുന്നതാണ് ഗുജറാത്ത് കോസ്റ്റ്, ഗുജറാത്ത് സമതലം. ഇത് നമ്മളുടെ റാൻ ഓഫ് കച്ച് മുതൽ ഏകദേശം ദാമൻ വരെ നീണ്ടു കിടക്കുന്ന പ്രദേശമാണ്. അതിനുശേഷമാണ് നമ്മളുടെ കൊങ്കൺ കോസ്റ്റ് വരുന്നത്. കൊങ്കൺ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കൂ, നമ്മളുടെ ദാമൻ മുതൽ എവിടെ വരെ, ഗോവ വരെ നീണ്ടു കിടക്കുന്ന പ്രദേശമാണ്. ബാക്കിയുള്ള കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ താരതമ്യേന നാരോ ആയ പ്രദേശമാണ് ഈ ഭാഗം വരുന്നത്. കാരണം ഇതിന്റെ പാരലായിട്ട് വെസ്റ്റേൺ ഗട്ട്സ് വരുന്നുണ്ട്. അതിനുശേഷമാണ് ഏത് വരുന്നത്, നമ്മളുടെ മലബാർ കോസ്റ്റ് വരുന്നത്. എവിടെ മുതൽ, മാംഗ്ലൂർ മുതൽ കന്യാകുമാരി വരെ. ഇവിടെയാണ് നമ്മുടെ കേരളത്തിന്റെ ഭാഗം കിടക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഉണ്ട്. അതിന് മൂന്നാക്കിയാൽ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്, നോർത്തേൺ സർക്കസ് ഉണ്ട്, കോറോമാൻഡൽ കോസ്റ്റ് ഉണ്ട്. നോർത്തേൺ സർക്കസ് എന്ന് പറയുമ്പോൾ മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെയാണ്. ഈ ഒഡീഷ, ആന്ധ്രാപ്രദേശ് ഈ രണ്ട് സംസ്ഥാനങ്ങളാണ് വരുന്നത്. അതേപോലെ തന്നെ കോറോമാൻഡൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എവിടെ മുതൽ, കൃഷ്ണ ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ, ഈ ഭാഗം. ഓക്കെ.